അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് അഫീൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫല്ല, വൈകിട്ട് ഉച്ച മുതൽ രാത്രി വരെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് മാസം കണ്ടോ നോക്കല്ലേ കേട്ടോ. ഇത് രാത്രി ആയപ്പോൾ ഉണ്ടല്ലോ ജാസിയും ദിലും വൈകുന്നേരം ഉറങ്ങി എന്നാണ് പറയുന്നത് അഫി കേട്ടോ. അപ്പോൾ അത് ചില സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ ജാസിയും ദിലും ഒന്ന് ഉറങ്ങിപ്പോട്ടോ. ജാസിക്ക് ഒന്നാമത് എക്സാം ഉണ്ട്. അപ്പോൾ പഠിച്ചോ ക്ഷീണത്തിൽ കിടന്ന് പിന്നെ ദിലു ഇടയ്ക്കിടയ്ക്ക് പറയും ബോറടിക്കുന്നത്. കുറേയൊക്കെ ടി വി കാണും, കുറേയൊക്കെ ഫോണിൽ നോക്കും. പിന്നെ അങ്ങ് എന്താ പറയുക, ഉറക്കം വരുമ്പോൾ അങ്ങോട്ട് കിടക്കും. സ്കൂൾ വിട്ട് വന്നാലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഉറങ്ങൂല കേട്ടോ. ഇത് രാത്രി 12 മണി കഴിഞ്ഞാലോ 1 മണി കഴിഞ്ഞാലോ ഉറങ്ങൂല. അപ്പോൾ പുതിയൊരു പരിപാടി കേട്ടത് വേറെ ഒന്നുമല്ല, എത്രയോ ടോയ്സ് ഉണ്ട്, അതൊന്നും പറ്റില്ല. കംപ്ലൈൻ്റ് ആയ ഒരു കാറുണ്ട്, ആ കാറിന് അങ്ങോട്ട് ഡൈനിങ്ങിൽ വിരിക്കും, ഒരു ഷോളോ എന്തെങ്കിലും എടുത്ത് വിരിക്കും, എന്നിട്ട് ഫലം വെക്കാട്ടോ. ഇത് കുട്ടി ഇപ്പോൾ പഠിച്ച പഠിപ്പാണ്, ഒരാഴ്ച ആയി നാഫി പറയുന്നത്. അതായത് ആ ഒരു കാറിനെ പൊതിഞ്ഞിട്ട് ഓന് കൊടുക്കുന്ന ഭക്ഷണം അതിന് കൊടുക്കൂ, വേറൊരു പ്ലേറ്റ് തന്നെ വാങ്ങി കൊടുക്കുന്നതിലും ആഫിയും പറയുന്നത്. അതായത് എന്താ പറയുക, ആ കാറിന് ഭയങ്കര താലോലിച്ച് ആ കാറിന് ഒരു സേഫാക്കി ഓൻ്റെ ട്രൗസറും പാൻറ്റും ടീഷർട്ടും ഒക്കെ കൊടുക്കും, അക്കടിക്കും, അതിനെങ്ങനെ കെടുത്തുട്ടോ. കാറാന്നൊക്കെ അറിയാം, കാട് എന്നാ പറയട്ടോ. അതിനവിടെ ഇങ്ങനെ ആരും എടുക്കരുത്, അതാണ് ഓൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ അതാണ് പുതിയ പരിപാടി. അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോൾ അഫിക്ക് പിന്നെ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ. അങ്ങനെ ഒരാളാട്ടോ അവൾ പറയും മക്കളൊക്കെ ഉറങ്ങിയല്ലേ. പക്ഷെ ജാസിക്ക് വലിയ ലൈക്കൊന്നുമില്ല ദിലുവിനും. എന്നാലും ഓക്കൊരു സമാധാനത്തിനോളൊന്നും ഉണ്ടാക്കിയതാട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കുറേ കായപ്പം കേട്ടോ, പല ഐറ്റംസും ഉണ്ട്. കായപ്പം ഇങ്ങനെ ഇല്ലയെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കില്ല. പക്ഷെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാനും കഴിക്കില്ല, അമ്മയും കഴിക്കില്ല. പക്ഷെ ഇവിടെ അതല്ലല്ലോ, അളിയനൊക്കെ ഉള്ളതല്ലേ, പിന്നെ അളിയൻ്റെ ഉമ്മ ഓരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടി കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. മക്കളങ്ങനെ കഴിക്കൊന്നുമില്ല. അപ്പോൾ അലിമോന് ഇത് ഉണ്ടാക്കിയപ്പോൾ അഫി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അലിമോനെ എന്നല്ല കേട്ടോ, ഞങ്ങൾ അലിമോനെ പറയുമ്പോൾ ഓൻ പറയും അലമോനി എന്നാട്ടോ. ഓൻ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തിയതാണ് അലമോനി. ആ കാറാട്ടോ ഞാൻ പറഞ്ഞത്. ഈ കാറിനാണ് അവിടെ കൊണ്ടുപോയി കിടത്തിയത്, ഇടയ്ക്ക് ഇങ്ങോട്ടും കൊണ്ടുവരും. അപ്പോൾ അഫി ചോദിച്ച് സൂപ്പറാണോ എന്ന്. അപ്പോൾ പറഞ്ഞ കേട്ടോ ചിരി ഒന്നും കേട്ടോ, സൂപ്പറല്ല. അപ്പോൾ അഫി പിന്നെ ചോദിച്ചു സൂപ്പറാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു സൂപ്പറാണ്. ഒന്നും കഴിക്കൂല കേട്ടോ, വെറുതെ പറയാണ്, ഒന്നും കഴിക്കൊന്നുമില്ല. ഓന് കായപ്പോ അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. വെറുതെ ഇങ്ങനെ നടക്കൂ, ബൂസ്റ്റ് മാത്രമേ കുടിക്കുകയുള്ളൂ. ഇങ്ങനത്തെ എണ്ണക്കടി കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ലേസ് അങ്ങനെയൊക്കെ കഴിക്കുക. പക്ഷെ അതൊന്നും അത്ര നല്ലതും അല്ലല്ലോ. അപ്പോൾ വലിയ ആളെ പോലെ ഇങ്ങനെ ഓളെ വയ്യാല അഫി എങ്ങോട്ടാ പോണേ അങ്ങനെ നടക്കട്ടോ. അപ്പോൾ ആ കാറിനെ നോക്കാൻ പോവുക. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ അവിടെ ഉണ്ടോ എന്നൊരു സമാധാനം വരുത്താനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത്. പിന്നെ ഓളോട് പറയും അമ്മ ഫാനിട് എവിടെ പോയാലും ഫാനിട്ട് കളിക്കണം. കുറേ ടോയ്സ് ആട്ടോ അതിനുള്ളിൽ വെച്ചൊക്കെ പണിയാക്കിയിട്ടുണ്ട്. എന്ത് കൊടുത്താലും ഇന്ന് കൊടുത്താൽ നാളത്തേക്ക് അത് റെഡിയാക്കി തരും. കണ്ടോ, അത് വന്നിങ്ങനെ നോക്കുക. അതിനെന്തോ തോന്നുകയാണ്, എനിക്ക് മനസ്സിലായില്ല. കണ്ടിട്ട് ചിരി വന്നു വീഡിയോ കോൾ കണ്ടിട്ടോ. അതിനങ്ങനെ നോക്കൂ, ഭയങ്കര താലോലിക്കല. എന്തോ തോന്നുന്നുണ്ടാവും. ദിലു പറയാ നല്ല പാൻറ്റ് ഷർട്ടൊക്കെ എടുത്ത് കൊടുക്കുമല്ലേ. അതേപോലെ അഫി ഫുഡ് കൊടുത്താൽ അതിനും കൊടുക്കും. അതിന് വേണം ഒരു പ്ലേറ്റ്, എന്നാലും ഓനും ഇങ്ങോട്ട് സമാധാനം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നഴ്സറിയിൽ അടുത്ത മാസം കൊണ്ടാക്കുന്നുണ്ട്, പഠിച്ചവരറിയാം എന്താവും അവസ്ഥ എന്നൊക്കെ കേട്ടോ. പക്ഷെ രസമാട്ടോ. അഫിക്കിന്നല്ല ദിലുവിനായാലും ജാസിക്കായാലും അവരിവിടെ ഉണ്ടായിട്ടാണ് കേട്ടോ ഒരു രസവും. കാരണം മക്കളുള്ള വീട്ടിലാണല്ലോ, മാഷാല്ലാ നല്ല രസം ഉണ്ടാവുക. അപ്പോൾ ഉമ്മൻ്റെ കൂടെ എങ്ങനെയേ നടക്കുന്നുണ്ട്, അഫിൻ്റെ കൂടെ എങ്ങനെയേ നടക്കുന്നുണ്ട്. അത് തിന്നിട്ട് പറയുന്നുണ്ട് സൂപ്പറാണെന്ന്. ഞാൻ പിന്നെ അതിൽ വോയിസ് കൊടുക്കാൻ ഞാൻ തന്നെ പറയാം കേട്ടോ. ആദ്യം പറയുന്നത് സൂപ്പറല്ല, പിന്നെ പറയുന്നത് സൂപ്പറല്ലേ എന്നാണ് ചോദിക്കുക കേട്ടോ. എന്തിനും അല്ല പറ്റിയില്ലെങ്കിൽ പറയും. ഇപ്പോൾ ഫുള്ള് ABCD ഒക്കെയാണ് നോക്കുന്നത്. കാർട്ടൂണ് ആദ്യമൊക്കെ കോക്കമേലേനു, ഇപ്പോൾ അത് മാറി സ്കൂളിലാക്കാനായല്ലോ നഴ്സറി. അപ്പോൾ പിന്നെ അത് വെച്ച് കൊടുത്തതിനെ കൊണ്ട് നോ എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ എന്താവോ എന്തോ അല്ലാക്കറിയാം, വാശി പിടിച്ച് കരയോ. നഴ്സറി പോകുമ്പോൾ ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് പോവാണല്ലോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ അച്ചാറിൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഇപ്പോൾ ഗ്യാസിൻ്റെ ഒരു ക്ഷാമം കൊണ്ട് തന്നെ അച്ചാറൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട്.
അളിയൻ പറയുന്നുണ്ട് ഗ്യാസിൻ്റെ ആ ഒരു പ്രശ്നം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യുക, ഓരോ കപ്പ് ഓരോ മറ്റേ ക്യാൻ്റെ മുകളിൽ കയറിയിരിക്കുക. പിന്നെ ഈ കാണുന്നത് ഫുഡാട്ടോ, അതായത് ഇന്ന് ഉച്ചക്കത്തെ ഫുഡാണ്. ബിരിയാണിയാണോ അല്ലേ ഇന്ന് ആക്കിയത്, ബീഫ് ബിരിയാണിയാണ് ആക്കിയത്. അപ്പോൾ ബീഫ് ബിരിയാണി പിന്നെ അച്ചാർ പിന്നെ ഉണ്ടല്ലോ, ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ അച്ചാറുണ്ട്, പിന്നെ തൈരുണ്ട്. അളിയന് ഈ തൈരിൽ എന്താ പറയുക, ഉറുമാമ്പഴോ അങ്ങനെ മുന്തിരി അതൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ മുന്നേയും ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ, ഇതിലാണോന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ മസ്റ്റാണ്. എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ഇവിടെ തൈരിൽ എന്താ പറയുക, ഈ മുന്തിരിയും ഈ ഉറുമാമ്പഴവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഴിക്കും. ഞാനും കഴിച്ച് നോക്കിയിട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് അതായിരുന്നു ബിരിയാണിയും. പിന്നെ ബീഫ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ കായപ്പൊന്ന് നമ്മളെ നാട്ടിൽ പറയും, ഇനി വേറെ എന്തെന്നറിയില്ല സംഭവം. അത് പഴം കൊണ്ടുണ്ട് ചെയ്യുന്ന കേട്ടോ. പഴം എന്താ ചെയ്യാമെന്ന് എനിക്കും അറിയില്ല, കാരണം എനിക്ക് ഉണ്ടാക്കാനും അറിയില്ലല്ലോ. എന്തായാലും പഴം വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയപ്പോൾ അലിമോന് ഇങ്ങനെ വെറുതെ ചെരുപ്പ് എടുത്ത് പോകുന്നതാണ്. അപ്പോൾ അഫി അവിടെ തന്നെ നിൽക്കുക, കാരണം അഫിൻ്റെ കണ്ണ് വെട്ടിച്ച് പുള്ളിക്കാരൻ അങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങും. റോഡാണ് തൊട്ടടുത്ത് തന്നെ. റോഡെന്ന് വെച്ചാൽ പോക്കറ്റ് റോഡാണ്. അപ്പോൾ ഫുള്ള് വാഹനങ്ങൾ വരുമ്പോൾ ഇവരെന്താ ചെയ്യാറോ, ഒന്നുകിൽ ബേക്കറീൻ്റെ ടിന്നോ അല്ലെങ്കിൽ ഓൻ്റെ ടോയ്സോ എടുത്ത് ഒരൊറ്റ വലിച്ചെറിയല. എന്നിട്ട് അതിൻ്റെ പേരും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അടവാണ് കുട്ടി കാണിക്കുന്നത്. പക്ഷേ അത് വലിയ അപകടമാണ്, കാരണം ബൈക്കിൽ വരുന്നവരും കാണൂല, പിന്നെ ഓനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡോർ അടിച്ചിടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അഫീൻ്റെ. ഞാൻ പറഞ്ഞില്ലേ ആങ്ങളും പെങ്ങളും നല്ല ഉറക്കത്തിലാണെന്ന്. അങ്ങനെ കാണുമ്പോൾ എന്താ സ്നേഹം. എണീറ്റ് കഴിഞ്ഞാൽ രണ്ടും അടി കേട്ടോ. അതങ്ങനെ തന്നെയാണ് എല്ലാവരും വീട്ടിലും കേട്ടോ. അപ്പോൾ അഫി ഓരോ ഉറങ്ങുന്ന ആ ഒരു ടൈമിലാണ് അലിമോനിയായിട്ട് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ കുറച്ച് വിശേഷം കേട്ടോ. പിന്നെ ഒന്നാമത് ഞാനിങ്ങനെ ചെയ്യുന്നത് വേറെ ഒന്നല്ല, എനിക്ക് നല്ല പനിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.